രാഹുൽ ഗാന്ധിയുടെ ലണ്ടൻ പരാമർശത്തെ ചൊല്ലി ബിജെപിയും കോൺഗ്രസും നേർക്കുനേർ. രാഹുൽ ഗാന്ധി രാജ്യവിരുദ്ധ ടൂൾ കിറ്റിന്റെ ഭാഗമാണെന്ന് ബിജെപി വിമർശിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ് മറ്റുള്ളവരെ ദേശവിരുദ്ധരാക്കി എന്ന് വിളിക്കുന്നതെന്ന് കോൺഗ്രസും ആരോപിച്ചു. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിച്ച ബിജെപി അധ്യക്ഷൻ ജെ.പി. നദ്ദ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷ സർക്കാരിനെയും 130 കോടി ഇന്ത്യക്കാരെയും അപമാനിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു രാജ്യം ഇടപെടാൻ ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിനുമേലുള്ള കടന്നാക്രമണമാണ്. രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ യൂറോപ്പിനെയും അമേരിക്കയെയും പ്രേരിപ്പിച്ചതിന് പിന്നിലെ രാഹുലിന്റെ ഉദ്ദേശമെന്താണെന്ന് ചോദിച്ച നദ്ദ കോൺഗ്രസ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നും കുറ്റപ്പെടുത്തി. दुर्भाग्य की बात यह है कि इन देश विरोधी गतिविधियों में देश की सबसे पुरानी पार्टी कांग्रेस पार्टी भी शामिल। जनता द्वारा बार बार नकार दिए जाने के बाद अब राहुल गांधी इस देश विरोधी टूल किट का परमानेंट हिस्सा बन गए। एक और आज भारत जहां प्रधानमंत्री मोदी जी के नेतृत्व में दुनिया की 5वीं सबसे बड़ी आर्थिक महाशक्ति बन रही है, वहीं जहां G20 की बैठक आज भारत में हो रही है, वहीं दूसरी ओर राहुल गांधी विदेशी धरती पर देश का अपमान कर रहे हैं, सदन का अपमान कर रहे हैं, देश की पूर्ण बहुमत से चुनी हुई सरकार का अपमान कर रहे हैं और देश के 130 करोड़ जनता का अपमान. നദ്ദയുടെ പ്രതികരണത്തിന് അതേ നാണയത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മറുപടി നൽകിയത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തവരാണ് രാജ്യസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും ബിജെപി മറ്റ് പാർട്ടികളെ രാജ്യവിരുദ്ധമായി ചിത്രീകരിക്കുകയാണെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു. ബിജെപിയാണ് രാജ്യവിരുദ്ധ പാർട്ടിയെന്ന് തിരിച്ചടിച്ച ഖാർഗെ ജനാധിപത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ ദേശവിരുദ്ധരാണോ എന്നും ചോദിച്ചു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.